എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ചൊരു പങ്കാളിയല്ല എനിക്ക് കിട്ടിയത്. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ അനിഷ്ടങ്ങൾ എന്താണെന്ന് ഇനിയും എൻ്റെ പങ്കാളിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സ്വഭാവമാണ്. എനിക്ക് എന്തൊക്കെയാണ് മുൻഗണന, എനിക്ക് എന്തൊക്കെയാണ് അനിഷ്ടങ്ങൾ എന്ന് ഇനി എന്നാണ് ഇവൾ തിരിച്ചറിയുക എന്നൊക്കെയാണ് ദാമ്പത്യ കലഹത്തിൽ കേൾക്കാറുള്ള വാചകങ്ങൾ. ഇത് പറയുമ്പോൾ തന്നെ പറയുന്ന ആളുടെ സ്വാർത്ഥത ആ വാക്കുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ഇത് പറയുന്നവർ മനസ്സിലാക്കാറില്ല. എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലായിട്ടില്ല, എൻ്റെ പ്രതീക്ഷകൾ നിറവേറിയിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ആളെയല്ല കിട്ടിയതെനിക്ക് എന്നൊക്കെ പറയുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തികൾക്കും ഇഷ്ടങ്ങളും അതേപോലെ തന്നെ പ്രതീക്ഷകളും അനിഷ്ടങ്ങളും ഒരുപാട് മുൻഗണനകളും ഒക്കെ ഉണ്ട് എന്ന് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത് പറയാതെ പറയുന്നൊരു സത്യമാണ്. ഇതൊക്കെ തന്നെയാണ് ദാമ്പത്യ കലഹത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുകയും അതേപോലെ തന്നെ യോജിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമാണ്. ഈ സ്നേഹിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. ആ മുന്നോട്ട് പോകുന്ന ജീവിതത്തിന് കുടുംബാംഗങ്ങളുടെയും ഒരു പക്ഷേ സമൂഹത്തിൻ്റെയും ഒക്കെ സപ്പോർട്ടും അതേപോലെ തന്നെ സ്നേഹവും ആശീർവാദവും ഒക്കെ ലഭിച്ചേക്കും. ഈ പരസ്പരം സ്നേഹിക്കുക, അംഗീകരിക്കുക എന്നുള്ള വാക്ക് പരമപ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന, എൻ്റെ മുൻഗണനകൾ മനസ്സിലാക്കുന്ന, എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന, എൻ്റെ പ്രതീക്ഷകൾക്കൊത്തനുസരിച്ച് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു അടിമ വേലക്കാരിയല്ല എൻ്റെ ഭാര്യ എന്നുള്ളത് ആദ്യമേ തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഈ പങ്കാളിക്ക്, എൻ്റെ ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഇതേപോലെ അവരുടേതായ സ്വന്തം പ്രതീക്ഷകളും ഇഷ്ടങ്ങളും അതേപോലെ അഭിരുചികളും ഹോബികളും ഒക്കെ ഉണ്ടാകുമെന്നും അതിനൊക്കെ ഞാൻ എത്ര പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നും ഒന്ന് സ്വയം ചിന്തിച്ചാൽ മതി. എൻ്റെ കാര്യങ്ങൾ മാത്രം നിറവേറുക, എന്നെ സന്തോഷിപ്പിക്കുക, എൻ്റെ ദുഃഖത്തിൽ എനിക്ക് താങ്ങാകുക എന്നുള്ളതിലപ്പുറം ഇതേ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചെത്ര ചെയ്യാറുണ്ട് എന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പലപ്പോഴും കല്യാണത്തിന് ഒരുങ്ങുന്നവരോട് വീടുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൊരു വാചകമാണ് ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന്. പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്, കല്യാണത്തിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ്. ഈ വാക്ക് തെറ്റാണ്, അഥവാ ഈ ഉപദേശം തെറ്റാണ്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് തൃപ്തികരമല്ലാത്തൊരു കാര്യം എന്നാൽ ഒരു താൽക്കാലിക പരിഹാരത്തിന് വേണ്ടി നാം വിട്ടുവീഴ്ചയിലൂടെ ചെയ്ത് പരിഹരിക്കുന്നതിനാണല്ലോ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും തോറും നമ്മുടെ മനസ്സിൽ കുറേശ്ശെ കനം തൂങ്ങി തുടങ്ങും. ഇത് ഒരു ശാശ്വത പരിഹാരമല്ലല്ലോ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി താൽക്കാലികമായി വീണ്ടും 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 വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് മറ്റൊരാൾ മുതലെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് മനസ്സിന് വല്ലാത്ത ഭാരം തോന്നും. ഒരു നാൾ ഈ മനസ്സിൻ്റെ ഭാരം കാരണം മനസ്സ് പൊട്ടിപ്പോകും. അങ്ങനെയാണ് പല ദാമ്പത്യങ്ങളും തകരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇംഗ്ലീഷിൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തുക അഥവാ ഒരു ധാരണയിലെത്തുക, ഒരു കരാറിലെത്തുക എന്നുള്ളത് ഒരു മീനിങ് ആണെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത് മറ്റൊരു മീനിങ് ആണ്. ദാമ്പത്യത്തിൽ ഇത് രണ്ടും പരമപ്രധാനമാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. നമ്മുടെ പങ്കാളിയെയും നമ്മുടെ പങ്കാളിയുടെ കുടുംബങ്ങളെയും ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. ഒരു ഉദാഹരണത്തിന്, എൻ്റെ ഭാര്യ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്, ഇളയ സന്തതിയാണ്. പലപ്പോഴും ഓരോ മനുഷ്യരുടെയും സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് അയാൾ എത്രാമനായി ജനിച്ചു എന്നുള്ളതാണ്. മൂത്ത കുട്ടികളൊക്കെ ഒരു പക്ഷേ കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും. മൂത്ത കുട്ടികൾക്കാണ് വീട്ടിലെ ആൻറ്റിമാരോടും അങ്കിൾമാരോടുമൊക്കെ കൂടുതൽ അടുപ്പമുണ്ടാകുക. തിരിച്ചും ഒരു കുടുംബത്തിലെ മൂത്ത കുട്ടിയെയാണ് കൂടുതൽ ആളുകൾ അറിയുക. എന്നാൽ മനുഷ്യൻ്റെ ഒരു ഇന്നേറ്റ് നേച്ചർ അനുസരിച്ച് ഒരാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാകുക എന്നുള്ളത് മനുഷ്യൻ അറിയാതെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. സഹോദരങ്ങൾ പ്രത്യേകിച്ചും ആരും ആരുടെയും നിഴലാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഫാമിലി ഓറിയൻറ്റഡായി ജീവിക്കുമ്പോൾ തൊട്ടടുത്ത് വരുന്ന രണ്ടാമത്തെ ആൾ ഒരു പക്ഷേ സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. അദ്ദേഹത്തിന് കൂട്ടുകെട്ട് പലപ്പോഴും പുറത്തായിരിക്കും.
ഒരു വീട്ടിലെ ഇളയ കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് ലാളനയേറ്റ് വാത്സല്യമേറ്റ് അതേപോലെ തന്നെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ച് മറ്റുള്ളവരൊന്നും പറയാൻ ധൈര്യപ്പെടാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന കുറച്ച് വാശിയൊക്കെ കൂടുതലുള്ള ഒരു കുട്ടിയായിരിക്കാം പലപ്പോഴും. എന്നാൽ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വരുമ്പോൾ, ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാകണം, ഒരു മുതിർന്നവരെ പോലെ പെരുമാറണം എപ്പോഴും എന്നൊക്കെ നമുക്ക് നിഷ്കർഷിക്കാൻ കഴിയില്ല. ഈ ആൾ വീട്ടിലെ ഇളയ കുട്ടിയായതുകൊണ്ട് കൂടി ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നു, സ്വഭാവത്തിൽ അതിൻ്റേതായ സവിശേഷതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. ചിലപ്പോൾ ഭർത്താക്കന്മാരെക്കുറിച്ച് നേരെ ഇതേപോലെ ഉണ്ടാകും. എൻ്റെ ഭർത്താവ് വീട്ടിലെ ഏക ആൺസന്തതിയാണ്. എൻ്റെ ഭർത്തൃ വീട്ടിൽ ഒരു പാട്രിയാർക്കൽ സിസ്റ്റമാണ് നിലനിൽക്കുന്നത്, ഒരു പുരുഷ മേധാവിത്വ സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയും അല്ലെങ്കിൽ വീട്ടിലെ സഹോദരിമാരുമൊക്കെ ഈ എൻ്റെ ഭർത്താവായ ആളിന് ചെറുപ്പം മുതലേ എല്ലാ കാര്യവും അങ്ങോട്ട് ചെയ്തു കൊടുത്ത് ശീലിച്ചതാണ്. ഒന്നിനെയും ഒരു കാര്യത്തിനും അദ്ദേഹത്തെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും വായിലേക്ക് വന്ന് കിട്ടി ശീലിച്ചതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എന്നോട് എല്ലാ കാര്യങ്ങളും കൽപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ആരെയും ഒരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റില്ല. ആദ്യ രാത്രി തന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നീ ഇങ്ങനെയൊക്കെ ആകണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ തുടക്കമാണെന്ന് പലപ്പോഴും മനസ്സിലാക്കുക. ആരെയും നമുക്ക് മാറ്റാൻ കഴിയില്ല. നമുക്കനുസരിച്ച് മാറ്റാൻ മറ്റൊരാൾ എന്ന് പറയുന്നത് റോബോട്ടല്ല, ഒരു യന്ത്രമല്ല. അയാളും തൻ്റെ പങ്കാളിയും തന്നെ പോലെ തന്നെ വ്യക്തിത്വവും തന്നെ പോലെ തന്നെ സവിശേഷതകളുമുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. മാറ്റാൻ കഴിയുന്ന ആകെ ഒരാളേ ഉള്ളൂ നമുക്ക്. അതാരാണ്? അത് നമ്മളെയാണ്. എനിക്ക് എന്നെ മാറ്റാൻ കഴിയും, അതിന് മറ്റാരുടെയും സമ്മതം വേണ്ട. ഒരു ഉദാഹരണത്തിന്, ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കുന്നു, 1 മണിക്കൂർ നടക്കുന്നു, നടന്നു കഴിഞ്ഞ ശേഷം 7 മണിക്ക് വീട്ടിൽ വരുന്നു, പത്രവായന തുടങ്ങുന്നു. ആ സമയത്ത് എനിക്കൊരു ഗ്ലാസ് ചായ വേണം. പക്ഷേ അടുക്കളയിലെ ജോലി തിരക്ക്, രാവിലെ ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്ക്, അതേപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വിടുന്ന തിരക്ക്, ഈ തിരക്കിനിടയിൽ ഈ എൻ്റെ നിഷ്കർഷക്കനുസരിച്ച്, എൻ്റെ നിർബന്ധത്തിനനുസരിച്ച് എൻ്റെ ഭാര്യയ്ക്ക് 7 മണിക്ക് ഒരു ചായ കൊണ്ടുതരാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അത് കിട്ടുന്നില്ല. ഞാൻ എവിടെ ശണ്ട കൂടുന്നതിന് പകരം ഞാൻ അടുക്കളയിൽ ചെന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ അവളെ പാചകത്തിന് സഹായിക്കുന്ന സമയത്താണ് എനിക്ക് കൃത്യം 7 മണിക്ക് അവൾ ചായ തരുന്നത്. എൻ്റെ ഉദ്ദേശം നിറവേറി, എൻ്റെ ഭാര്യ മാറി എന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മാറിയത് എൻ്റെ ഭാര്യയല്ല, ഞാനാണ്. നമുക്ക് നമ്മളെ മാത്രമേ മാറ്റാൻ കഴിയൂ. എൻ്റെ ഭാര്യയെ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, എൻ്റെ ഭാര്യ മാറുന്നില്ല എന്നൊക്കെ പറയുന്നത് പമ്പര വിഡ്ഢിത്തമാണെന്ന് എല്ലാ പങ്കാളികളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലെ സവിശേഷതകളെക്കുറിച്ച് പങ്കാളികൾ തമ്മിൽ ഉള്ളു തുറന്ന ചർച്ചയും നല്ലതാണ്. എൻ്റെ ഭാഗത്ത് തിരുത്തേണ്ടത് ഒന്നുമില്ല എന്നാണ് പലപ്പോഴും പലർക്കും തോന്നാറുള്ളത്. എൻ്റെ വീട്ടിൽ ഉള്ളതെല്ലാം ശരി, ഞങ്ങളുടെ ശീലങ്ങളെല്ലാം ശരി, ഞാൻ ചെറുപ്പത്തിൽ കണ്ടു വളർന്നതെല്ലാം ശരി, എൻ്റെ അച്ഛനമ്മമാർ എന്നെ പഠിപ്പിച്ചതെല്ലാം ശരി, മറ്റതെല്ലാം തെറ്റ് എന്ന് പറയുന്നത് ഒരു ശരിയായ ചിന്താഗതിയല്ല. നമ്മുടെ ലൈഫ് പൊസിഷനിൽ നമുക്ക് 4 സ്റ്റാൻഡുകളാണുള്ളത്. ഒന്ന്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. എൻ്റെ ചിന്താഗതിയും ശരിയാണ്, എൻ്റെ പ്രത്യേകതകളും ശരിയാണ്, എൻ്റെ സവിശേഷതകളും ശരിയാണ്. അതേപോലെ തന്നെ നിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും ചിന്താഗതികളും ഒക്കെ ശരിയാണ്. ഇതാണ് ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും നമുക്ക് വിജയിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ചില കേസുകളിലെങ്കിലും ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പ്രഖ്യാപിക്കുന്ന പങ്കാളികളുണ്ട്. ഞാൻ പറയുന്നതാണ് ശരി, നീ പറയുന്നതെല്ലാം തെറ്റാണ്, അഥവാ നിൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണ്. ഇത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇത് ഒരുതരം ഓട്ടോക്രാറ്റിക് സമീപനമാണ്, ഒരു ഏകാധിപതിയുടെ സമീപനമാണ്. ഇത് പങ്കാളികൾക്കിടയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും, ഒരു ഓഫീസിലാണെങ്കിലും ശരി, ഒരു ഓഫീസ് മേധാവിയാണെങ്കിലും ശരി, ഒരു അയൽപ്പക്കക്കാരനാണെങ്കിലും ശരി, ഒരു കുടുംബത്തിലെ കാരണവരാണെങ്കിലും ശരി, ഇത്തരം പൊസിഷൻ എടുക്കുന്നവർ യഥാർത്ഥത്തിൽ തികഞ്ഞ പരാജയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും റിഫൈൻ ചെയ്യേണ്ടതുണ്ടോ
എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പരിഷ്കരിക്കേണ്ടതുണ്ടോ എന്ന് എപ്പോഴും ആലോചിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല സ്വഭാവത്തിന് ഉടമയാകുന്നത്. എനിക്ക് പരിഷ്കരിക്കാനൊന്നുമില്ല, എനിക്കിനി ഞാൻ ഒന്നും പുതിയതായിട്ട് അറിയണമെന്നില്ല, ഒന്നും തിരുത്തണമെന്നില്ല എന്നുള്ള ചിന്താഗതികളിലുള്ള ദാമ്പത്യം എന്ന് പറയുന്നത് പലപ്പോഴും ഏറ്റുമുട്ടലുകളുടെ ദാമ്പത്യമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുക്കള എന്ന് പറയുന്നത് ആരുടേതാണ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പിംഗ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു ചിന്താഗതിയാണത്. സ്ത്രീകൾ എന്ന് പറയുന്നവരാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടവർ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഓഫീസ് വിട്ടു വരുമ്പോൾ ഭർത്താവ് നേരെ വീട് തുറന്ന് കസേരയിൽ കയറിയിരുന്ന് നീ ഒരു ചായ ഇട് എന്ന് ഭാര്യയോട് പറയുന്നത് ഒരു സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പിംഗ് ആണ്. എന്താണത്? പാചകം ചെയ്യുകയും ഭക്ഷണം വിളമ്പുകയും ചെയ്യേണ്ടത് ഭാര്യമാരുടെ കടമയാണ്, അത് സ്ത്രീകളുടെ കടമയാണ്. ഒരു കാലത്ത് മനുഷ്യൻ്റെ ഇവല്യൂഷനിൽ, പരിണാമത്തിൽ അതങ്ങനെയായിരുന്നു. പുരുഷൻ പുറത്ത് വേട്ടയാടിക്കൊണ്ടുവരുന്നവനും സ്ത്രീ പരിപാലിക്കുന്നവളുമായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് അധ്വാനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഈ അധ്വാനിച്ചവന് വേണ്ടുന്ന ഭക്ഷണം വിളമ്പുക എന്നുള്ളത് സ്ത്രീയുടെ ബാധ്യതയായി. മാത്രവുമല്ല, ഒരു കുഞ്ഞ് പിറന്ന ഉടനെ തന്നെ ആ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നത് അമ്മയാണ്. അവിടുന്ന് അങ്ങോട്ട് എല്ലാ രീതിയിലുള്ള ഭക്ഷണവും വിളമ്പേണ്ടത് സ്ത്രീയാണെന്നുള്ള ഒരു ചിന്താഗതി വന്നു. പക്ഷേ എന്നാൽ ഇന്ന് കാലഘട്ടം ഒരുപാട് മാറി. പുരുഷൻ മാത്രം അല്ല വേട്ടക്കാരൻ, പുരുഷൻ മാത്രമല്ല ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരുന്നവൻ. തുല്യ പങ്കാളിത്തത്തോടുകൂടി നല്ലൊരു ശതമാനം സ്ത്രീകളും ഇന്ന് അധ്വാനിക്കുന്നവരാണ്. പക്ഷേ ഇന്നൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം നേടി ജോലി എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും ഒരു ഡബിൾ എൻജിൻ്റെ, ഒരു ഇരട്ട എൻജിൻ്റെ പണി ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം ഓഫീസിലെ ജോലികൾ ചെയ്യണം, അതേപോലെ ഭർത്താവ് രാവിലെ 7 മണിക്ക് എണീക്കുമ്പോൾ ഈ സാധു സ്ത്രീ രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റ് എല്ലാ അടുക്കള ജോലികളും ചെയ്യണം, ഓഫീസ് ജോലി വിട്ട് വന്നാൽ അതും ചെയ്യണം എന്നുള്ളയിടത്ത് ആ സെക്സ് റോൾ സ്റ്റീരിയോടൈപ്പിംഗ് മാറിയിട്ടില്ല എന്നാണ് അർത്ഥം. എന്നാൽ ഇന്ന് അടുക്കള പുരുഷൻ്റേതും കൂടിയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ പങ്കാളിയുടെ ദുരിതവും എൻ്റെ പങ്കാളിയുടെ ബുദ്ധിമുട്ടും എൻ്റെ പങ്കാളിയുടെ അഭിമാനവും സംരക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്നുള്ളൊരു വിചാരം എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ പങ്കാളികൾക്കും വേണം. ഇതിന് എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് കൗൺസിലിംഗ് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും. എനിക്ക് അടുക്കളയിൽ കയറണമെന്നുണ്ട്, എനിക്കെൻ്റെ ഭാര്യയെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനമ്മമാർ എന്നെ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അടുക്കള ജോലികൾ ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ദാമ്പത്യ കലഹത്തിൽ കൂടുതൽ ഊന്നി പറയുന്നത് ഭർത്താക്കന്മാരെയാണല്ലോ, ഭാര്യമാരുടെ അടുത്ത് യാതൊരു തെറ്റുമില്ലല്ലോ എന്നൊക്കെയാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. ആർക്കൊക്കെയാണോ ഇത് ബാധകം, പങ്കാളികളിൽ ആർക്കാണിത് ബാധകം, അതവർ സ്വീകരിച്ചാൽ മതി. ഇരു കൂട്ടരും തിരുത്തേണ്ടതും ഇരു കൂട്ടരും റിന്യൂ ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻലോസ് അഥവാ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ പോലെയുള്ള ഇൻലോസ് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ എൻ്റെ ഭാര്യയുടെ ഇൻലോസിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ അടുത്ത്, എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് ഈ അടുക്കള ജോലി ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പങ്കാളിയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അവർക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്നുള്ളതല്ലേ സത്യം. ഒരു നിമിഷം ചിന്തിച്ചാൽ മതി. ഈ ഒരു മരുമകൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇൻലോസ് മനസ്സിലാക്കേണ്ടത്, അത് ഫാദർ ഇൻ ലോ ആയാലും ബ്രദർ ഇൻ ലോ ആയാലും സിസ്റ്റർ ഇൻ ലോ ആയാലും മദർ ഇൻ ലോ ആയാലും ഏത് ഇൻ ലോ ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേവരെ ഈ വീട് ഞങ്ങളുടെ എല്ലാം കൂടി സ്പേസ് ആയിരുന്നു, ഞങ്ങളുടെ സ്പേസാണ്. ഇനി ഒരു പുതിയ അംഗം കൂടി കയറി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ സ്പേസ് കുറച്ച് അവരുടേതായ സ്പേസ് കൂടി വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ സ്പേസിൽ കയറി അവിടെ ഭരിക്കാതിരിക്കുക എന്നുള്ളതാണ്, അവിടെ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഒരു പുതിയ അംഗം കയറി വരുമ്പോൾ ഈ ഇൻലോ, പ്രത്യേകിച്ച് മദർ ഇൻലോ വിചാരിക്കുന്നത് ഇവിടെ എൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന ധാരണയിൽ അവിടെ കുറച്ചുകൂടി പ്രാധാന്യം അഭിനയിച്ച് ആ രംഗം വഷളാക്കുന്ന സ്ഥിതികളും ഉണ്ടാവാറുണ്ട്. സ്വയം ചിന്തിച്ചാൽ മതി നിങ്ങൾ ആ ഗണത്തിൽ പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ലവ്, റെസ്പെക്റ്റ്. ഇത് 2 വാക്കുകളും ദാമ്പത്യത്തിൽ പ്രധാനമാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം
ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അമ്മ, അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരങ്ങൾ, ഭർത്താവ്, ഇവരോടെല്ലാം തികഞ്ഞ ലവ് ഉണ്ടാവും, സ്നേഹമുണ്ടാവും. സ്നേഹത്തിൻ്റെ പ്രത്യേകത സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്നുള്ളതാണ്. ഇനി അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് പലപ്പോഴും ലംഘിച്ചാൽ തന്നെ സ്നേഹബന്ധത്തിൽ അതൊരു പ്രശ്നമാകാറില്ല. എന്നാൽ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് പോലെ, സ്വന്തം അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം ഫാദർ ഇൻ ലോയെ സ്നേഹിക്കണം, സ്വന്തം മദർ ഇൻ ലോയെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത് താത്വികമായി ശരിയായിരിക്കാം, പലപ്പോഴും അത് പ്രായോഗികമാകുകയില്ല. ഒരിക്കലും എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് ഈ ലോകത്ത് വേറൊരു സ്ത്രീയെ സ്നേഹിക്കാൻ കഴിയില്ല. പലരുടെയും ചിന്താഗതി അങ്ങനെയാണ്. പലർക്കും അതിന് കഴിയുകയില്ല. എന്നാൽ സ്നേഹിക്കുന്നതിന് പകരം അവരെ നമുക്ക് ബഹുമാനിക്കാം. അതാണ് റെസ്പെക്റ്റ്. റെസ്പെക്റ്റിൽ കൂടുതൽ വരുന്നത് പരിഗണനയാണ്, കൺസിഡറേഷൻ നൽകലാണ്. പരിഗണന നൽകുക. എൻ്റെ ഭർത്താവിനെ ഒരു കൊച്ചു കുഞ്ഞായിരിക്കുന്നത് മുതൽ ഇതേവരെ പരിപാലിച്ച് വളർത്തി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്ന ഒരു സ്ത്രീയാണിത് എന്നുള്ള ബഹുമാനം അവർക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പകരം പലപ്പോഴും ഈ വഴക്കുണ്ടാകുന്നത് ഈ ബഹുമാനം നൽകാൻ മരുമകളും തയ്യാറല്ല, മരുമകളുടെ പ്രാധാന്യം അംഗീകരിക്കാൻ അമ്മായിയമ്മയും തയ്യാറല്ല എന്നുള്ള ഇടത്താണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചോദനയാണ് ലൈംഗികത എങ്കിൽ ഒരാളുടെ മനസ്സിൻ്റെ ചോദനയാണ് അയാളൊരു പ്രധാനിയാണെന്നുള്ള അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളത്. ഏതൊരു മനുഷ്യനും ഒരു പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, മറ്റെന്തെങ്കിലും ചടങ്ങ് നടക്കുകയാണ്, നിങ്ങൾ സമൂഹത്തിലെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, സമൂഹത്തിലെ പല തട്ടിലുള്ള ആളുകൾ കയറി വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ള ആളുകളെ മാത്രമേ അവിടെ പരിഗണിക്കുന്നുള്ളൂ എന്ന് വന്നാൽ നിങ്ങൾ അവഗണിച്ച വ്യക്തികൾ ഒരു പക്ഷേ ആജീവനാന്തം മനസ്സുകൊണ്ട് നിങ്ങളോട് പൊറുക്കുകയില്ല. കാരണം നിങ്ങൾ തൊട്ട് കളിച്ചത് അയാളുടെ പ്രാധാന്യത്തെയാണ്. നമ്മുടെ ഇടപെടലുകളിൽ തീർച്ചയായും അത് ഏത് തട്ടിലുള്ള ആളാണെങ്കിലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യർ പ്രാധാന്യം ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മൾ നൽകിയേ മതിയാവൂ. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഇത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ അമ്മായിയമ്മയാണ്, അല്ലെങ്കിൽ ഇത് മരുമകളാണ്, എൻ്റെ അമ്മായി അച്ഛനാണ്, ഇതൊന്നും ഒരു ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അവർ അർഹിക്കുന്ന പ്രാധാന്യം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ലവ് ആൻഡ് റെസ്പെക്റ്റ് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് ദാമ്പത്യ ബന്ധത്തിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എല്ലാവർക്കും പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നിടത്ത് എനിക്കിത്തിരി പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് ചിലർ ചിന്തിച്ചു പോവാറുണ്ട്. അതുകൊണ്ടാണ് സമൂഹത്തിലും അല്ലെങ്കിൽ കുടുംബത്തിലുമൊക്കെ ഞാനൊരു എന്തോ ഒരു VIP ആണ് എന്നുള്ള തോന്നലിൽ പലപ്പോഴും പലരിൽ നിന്നും ആദരവ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ബാഹ്യമായ ബഹുമാന പ്രകടനങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ ലഭിച്ചേക്കാം. ഒരു പക്ഷേ അയാൾ അതിൽ മറന്നു പോകും. പക്ഷേ അത്തരം എനിക്കൊരു പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളുക, യഥാർത്ഥത്തിൽ നിങ്ങളോട് ഈ പ്രകടനങ്ങൾ നടത്തുന്ന ആളുകളുടെ ഉള്ളിൽ നിങ്ങളോട് തികഞ്ഞ പുച്ഛമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണ്. മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രാധാന്യവും എനിക്കില്ലെന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രധാനിയായി മാറുന്നതെന്ന് മനസ്സിലാക്കുക. സന്തോഷകരമായ ദാമ്പത്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ, ഫാമിലി കമ്മ്യൂണിക്കേഷൻ. പങ്കാളിക്ക് പറയാനുള്ളത് കേൾക്കുക, പങ്കാളിയുടെ കണ്ണുകളിൽ നോക്കുക, അവരുടെ സംസാരം തടസ്സപ്പെടുത്താതിരിക്കുക, അവർ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ കേൾക്കാനുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അവരോട് ചോദിക്കുക. ഹിയറിങ് ആൻഡ് ലിസണിങ് രണ്ടാണ്. ഹിയറിങ് കേൾക്കുക എന്നുള്ളതാണ്, ലിസണിങ്ങും ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട ശേഷം അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ്, ഓ നീ ഉദ്ദേശിച്ചത് ഇതാണല്ലേ, നീ പറഞ്ഞത് കാര്യം ഇതാണല്ലേ എന്ന് നിങ്ങളുടെ വാചകങ്ങളിൽ തിരിച്ചൊരു പാരാഫ്രേസിങ് നടത്തുക. അത് തികച്ചും നിങ്ങളുടെ പങ്കാളിയെ സന്തോഷിപ്പിച്ചേക്കാം. കാരണം ഒരു പകൽ നീണ്ട ഏകാന്തതയ്ക്ക് ശേഷം ഭാര്യയും ഭർത്താവും രണ്ടിടത്തായിരിക്കും. അങ്ങനെ ആ ഏകാന്തതയ്ക്ക് ശേഷം പങ്കാളികൾക്ക് തമ്മിൽ പറയാൻ പല കാര്യങ്ങളുണ്ട്. ഇതൊന്ന് കേൾക്കാൻ ഇന്ന് ജീവിത തിരക്കിനിടയിൽ പലർക്കും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്ന് കേൾക്കണം. ഈ തിരക്കിനിടയിൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും
എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കാനും പരസ്പരം കേൾക്കാനുമുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വീട്ടിൽ കയറി വന്നാൽ ഉടൻ തന്നെ എല്ലാവരും അവനവൻ്റെ മൊബൈലുകൾ എടുത്ത് ഓരോരുത്തരും ഓരോ ലോകത്താണ് ഇന്ന് കഴിയുന്നത്. പരസ്പരം മിണ്ടുന്നതോ കാണുന്നതോ തന്നെ വളരെ വിരളമായി തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ പോകെ പോകെ ദാമ്പത്യത്തിലെ കല്ലുകടികളായിരിക്കും. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഏതൊരു ഫാമിലിയിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ടോ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാര്യങ്ങൾ തുറന്ന് പറയുക. ഈ കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് പുരുഷന്മാരോട് പ്രത്യേകം പറയാനുള്ളത്, പല കമ്മ്യൂണിക്കേഷനുകളിലും സ്ത്രീകൾ അവലംബിക്കുന്നത് നോൺ വെർബൽ ക്യൂസ് ആണ്. അതായത് പുരുഷൻ അവൻ്റെ വികാരങ്ങളെല്ലാം വാക്കുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലേ തൃപ്തി വരൂ. അഥവാ അവൻ്റെ വികാരങ്ങളെല്ലാം അവൻ വാക്കുകളിലേക്ക് പകർത്തും, സംസാരിക്കും. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. അവർ അവരുടെ വികാര പ്രകടനങ്ങളെ ആശ്രയിക്കുന്നത് പലപ്പോഴും നോൺ വെർബൽ ക്യൂസിലായിരിക്കും. പല വിയോജിപ്പുകളോ പല അനിഷ്ടങ്ങളോ പല ദുഃഖങ്ങളോ ഒക്കെ അവർ പ്രകടിപ്പിക്കുന്നത് ഒരു മൗനത്തിലൂടെയായിരിക്കാം. എന്നാൽ ഈ സ്ത്രീ വിശ്വസിക്കുന്നത് എൻ്റെ മനസ്സ് എൻ്റെ ഭർത്താവ് വായിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും പുരുഷന്മാർക്ക് ഇതിനുള്ള കഴിവില്ല. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വഴിമുട്ടി ഞാൻ പറഞ്ഞത് എത്ര സമയം നിങ്ങളോട് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പല ഭർത്താക്കന്മാരും വാ പൊളിച്ച് നിൽക്കാറുണ്ട്. ഇവൾ എപ്പോഴാണ് എന്നോടത് പറഞ്ഞത്, ഇവൾ എപ്പോഴാണ് എന്നോട് ആ കാര്യം സൂചിപ്പിച്ചത്, ഞാൻ അറിഞ്ഞിട്ടില്ലോ അവൾക്ക് ഇതിനോട് യോജിപ്പില്ല എന്നൊക്കെ പല പുരുഷന്മാരും വാ പൊളിച്ച് നിൽക്കാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ നോൺ വെർബൽ ക്യൂസിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഭാര്യ പങ്കാളികൾക്കിടയിൽ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, ഇന്ന് നമ്മുടെ കുട്ടികൾക്കും അവരുടെ സ്കൂളിൽ നടന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് പറയണമെന്നുണ്ട്. പക്ഷേ കേൾക്കാൻ ആർക്ക് സമയം? പങ്കാളിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ അവകാശമാണെന്നും അവൾക്ക് പങ്കാളിയുടെ വാക്കുകൾ കേൾക്കാൻ അഥവാ കുട്ടികളുടെ വാക്കുകൾ കേൾക്കൽ എൻ്റെ ബാധ്യതയാണെന്നും പലപ്പോഴും പലരും തിരിച്ചറിയാതെ പോകാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക, ഫാമിലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടനുബന്ധിച്ച് പറയേണ്ടത്, ഈ ഫാമിലി കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് അവരുടെ കൗമാര കാലഘട്ടത്തിലെത്തുമ്പോഴാണ്. കൗമാരക്കാലത്തെത്തുമ്പോൾ കുട്ടികൾ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോയേക്കാം. അവരെ വിട്ടുകൊടുക്കാതെ അവരെ ചേർത്ത് പിടിച്ച് നിർബന്ധിച്ചും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതല്ലാതെ കുട്ടികൾ കാണിക്കുന്ന അതേ രീതിയിൽ അവരോടുള്ള അകൽച്ച മാതാപിതാക്കൾ കാണിക്കുന്നിടത്താണ് പലപ്പോഴും പല കുട്ടികളും കൗമാരക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് അകലുന്നത് എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. പലപ്പോഴും അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, ഒരു പങ്കാളിക്കൊരു വിഷമമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അത് അറിയിക്കുന്നത് ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലാകരുത്. അതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്നതിന് പകരം ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. യു എന്നതിന് പകരം ഐ എന്നുള്ളതിന് ഉപയോഗിച്ച്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ എന്നോട് മിണ്ടാറില്ലല്ലോ ഈയിടെയായിട്ട്, നിങ്ങൾക്ക് എന്നോട് മിണ്ടാൻ സമയമില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളല്ലേ വലുത് എന്ന് തോന്നുന്നിടത്ത് അത് കുറ്റപ്പെടുത്തുന്ന വാക്കാണ്. അതിന് പകരം ഐ അഥവാ എനിക്ക് എന്ന് എങ്ങനെ ഉപയോഗിക്കാം? എനിക്കെന്തോ ഈയിടെയായി വല്ലാത്ത ദുഃഖവും വിഷമവും തോന്നാറുണ്ട്, നിങ്ങളുമായിട്ടുള്ള സംസാരം കുറഞ്ഞു പോയോ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് കുറഞ്ഞു പോയോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു സ്വഭാവമനുസരിച്ച് മനഃശാസ്ത്രം പറയുന്നത്, നിങ്ങൾ ആരെ തുറന്നെതിർക്കാൻ പോകുന്നുവോ, ആരെ തുറന്നെതിർത്താലും അയാൾ ആദ്യം ചെയ്യുന്നത് അയാൾക്കൊരു പ്രതിരോധം തീർക്കലായിരിക്കും. നിങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറയുന്നിടത്ത് ഞാൻ എന്തുകൊണ്ട് ശരിയല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ശരിയല്ലെന്ന് പറയാൻ ഇയാൾ ആരാണ് എന്നുള്ള രീതിയിൽ അയാൾ ഒരു പടച്ചട്ട തീർക്കും. പിന്നീട് അയാൾ പറയുന്നതൊന്നും അംഗീകരിക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഒരു നല്ല ദാമ്പത്യത്തിന് ഏറ്റവും നല്ലത്. മറ്റൊരു കാര്യം, കമ്മ്യൂണിക്കേഷനിൽ വരുന്ന വാക്കുകൾ ഒരു പക്ഷേ വാക്കുകളുടെ പുറകെ കൂടാറുണ്ട് പങ്കാളികളിൽ പലരും. ഈ വാക്കുകൾ എന്ത് ഫീലിംഗ് ട്രിഗർ ചെയ്തിട്ടാണ്, എന്ത് വികാരങ്ങൾ കാരണമാണ് ഈ വാക്കുകൾ പുറത്തു വരുന്നത് എന്ന് ആരും തിരയാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, വാക്കുകളെ വിടുക, വാക്കുകളല്ല വാക്കുകൾക്ക് പിറകിലുള്ള വികാരങ്ങൾ തിരിച്ചറിയുക.
നമുക്ക് മനുഷ്യന് അടിസ്ഥാനപരമായി 4 വികാരങ്ങളാണുള്ളത്. സങ്കടം, ഭയം, സന്തോഷം, ദേഷ്യം. ഇതിൽ മറ്റൊരു വ്യക്തിയിൽ തീരെ ഇഷ്ടമില്ലാത്ത വികാരം ഏത് വ്യക്തികൾക്കും ദേഷ്യമായിരിക്കും. ചില ഭാര്യമാരോട് ചോദിച്ചാൽ പറയും ഭർത്താക്കന്മാരുടെ ദേഷ്യം ഇഷ്ടമല്ല. ചില ഭർത്താക്കന്മാരും ഇത് തന്നെ പറയും, ഭാര്യമാരുടെ ദേഷ്യം ഇഷ്ടമല്ല. മക്കളോട് ചോദിച്ചാലും ഇത് തന്നെ, അച്ഛൻ്റെ ദേഷ്യം ഇഷ്ടമല്ല. നമുക്ക് ആർക്കും മറ്റൊരാളുടെ ദേഷ്യം ഇഷ്ടമല്ല. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കും, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ ഉരുവിടുന്ന ഈ ദേഷ്യം എന്ന വികാരം നിങ്ങളിലുണ്ടോ? നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം, മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം ഇത് ദേഷ്യമാണ്. അതുകൊണ്ട് ഒരു ദേഷ്യപ്പെടുന്ന ഘട്ടത്തിൽ, ദേഷ്യമോ ദുഃഖമോ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മനുഷ്യൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ശരിയായ വാക്കുകളല്ല പുറത്തു വരിക. ആ സമയത്ത് യുക്തിസഹമായ സംസാരം പോലും നമുക്ക് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകും. അതുകൊണ്ട് ആ സമയത്ത് പുറത്തു വരുന്ന വാക്കുകളെല്ലാം ശരിയായ വാക്കുകളല്ല എന്ന് മനസ്സിലാക്കി ആ വാക്കുകളുടെ പുറകെ കൂടാതിരിക്കുക. പലപ്പോഴും നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്തൊക്കെയാണെങ്കിലും ആ വാക്ക് ഞാൻ ക്ഷമിക്കില്ല, ഞാൻ മരിച്ചാലും പൊറുക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു പക്ഷേ ആ വാക്ക് വന്ന വികാരം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആ വികാരത്തിൻ്റെ കൂടെ നിൽക്കാം, ആ വികാരത്തെ തിരുത്താൻ കഴിയും. നേരെ മറിച്ച് വികാരം തിരിച്ചറിയാതെ ആ വാക്കിന് പുറകെ കൂടിയാൽ സ്ഥിതി വഷളാകും, കാര്യങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോകും. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട ആ വികാരം അത് അവിടെ തന്നെ കിടന്ന് വലുതാകും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോകുന്നത്. എൻ്റെ പങ്കാളിയോട് മിണ്ടാൻ കൊള്ളില്ല, എൻ്റെ പങ്കാളി സംസാരിക്കാൻ തീരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോകുമ്പോൾ പോകെ ഇത് പങ്കാളികളിൽ ഡിപ്രഷനും, അതേപോലെ തന്നെ പോകെ ഇത് പങ്കാളികളിൽ വിഷാദവും, പിന്നീട് കുറേ കഴിയുമ്പോൾ വിഷാദ രോഗത്തിനുമൊക്കെ കാരണമാകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് എന്ന് തിരിച്ചറിയുക. വാക്കുകൾക്കല്ല, വാക്കുകളുടെ പിന്നിലുള്ള വികാരങ്ങൾ അത് തിരിച്ചറിയലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ദേഷ്യം നമ്മൾ അറിയാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് തന്നെ വരിക. ആ ദേഷ്യം ഇറങ്ങുന്ന സമയത്ത് സോറി എന്നൊരു വാക്ക് പങ്കാളിയോട് ഓപ്പനായി പൊതുമധ്യത്തിൽ സോറി പറയാനുള്ള മനസ്സുണ്ടാവുക. അത് സ്വന്തം മക്കളോടാണെങ്കിൽ പോലും. ഒരു പക്ഷേ ഒരു വികാര വിക്ഷുബ്ധ ഘട്ടത്തിൽ മക്കളെ നമ്മൾ ശാസിച്ചിട്ടുണ്ടാകാം. പലപ്പോഴും വികാര വിക്ഷുബ്ധ ഘട്ടത്തിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോയ പല വാക്കുകൾ പങ്കാളിയെയോ മക്കളെയോ ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സോറി എന്ന് പറയുന്നത്, അത് പബ്ലിക്കായി സോറി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് കാണിക്കുന്നത്. മറ്റൊരു കാര്യം, കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്നുള്ളതാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രോബ്ലം സോൾവിങ്ങിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. പലപ്പോഴും പ്രോബ്ലം സോൾവിങ്ങിന് പോയി മറ്റ് പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് പല കുടുംബങ്ങളിലും ചെയ്യാറുള്ളത്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പ്രോബ്ലം എന്തെന്ന് കണ്ടെത്തലാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് വീട്ടിലെ പ്രശ്നം എങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അതിനൊരുങ്ങുന്ന ഘട്ടത്തിൽ ചർച്ചാവേളകളിൽ ഞാൻ അന്നേ അങ്ങനെ പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രോബ്ലത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ആ പ്രോബ്ലം സോൾവിങ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായി മാറ്റുകയാണ്. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദാമ്പത്യത്തിലെ സെക്സാണ്. എല്ലാവർക്കും അറിയാം, ശരിയായ ലൈംഗികത നടന്നു പോകുന്ന കുടുംബങ്ങളിൽ മാത്രമേ ശരിയായ സന്തോഷവും ശരിയായ ഇഴയടുപ്പവും ശരിയായ ദാമ്പത്യവും ഉണ്ടാവുകയുള്ളൂ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള സെക്സിൻ്റെ ലൈംഗികതയെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൃഗങ്ങൾക്ക് ലൈംഗികത എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ ഒരു ചോദനയാണ്. ആ ചോദന വരുമ്പോൾ അവരുടെ സെക്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്ത് സംഭവിക്കുന്നതാണ്. അത് എപ്പോഴും ഒരേ പൊസിഷനിലാവുകയും ചെയ്യും. അത് ഒരു വംശവർദ്ധനവിന് വേണ്ടി പ്രകൃതി നൽകിയ ഒരു പ്രത്യേക കഴിവാണ്. എന്നാൽ മനുഷ്യൻ്റെ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ മാത്രമല്ല, ബയോളജിക്കൽ സൈക്കോളജിക്കൽ രണ്ടിനും ശാരീരികവും മാനസികവുമായ ഒത്തുചേരലാണ് മനുഷ്യർക്കിടയിലുള്ള സെക്സ് എന്ന് പറയുന്നത്.
എൻ്റെ മുമ്പിൽ വരുന്ന കൗൺസിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇന്നും യാന്ത്രികമായി ലൈംഗികത നിർവഹിച്ചു പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് ഭാര്യമാരുടെ ലൈംഗികത എന്താണെന്നറിയില്ല, അഥവാ ഭാര്യമാരുടെ ലൈംഗികതയ്ക്ക് ഒരു പരിഗണനയും നൽകാറില്ല എന്നുള്ളതാണ്. പുരുഷൻ എന്ന് പറയുന്നത് പുരുഷൻ്റെ രതിമൂർച്ച എത്രയും പെട്ടെന്ന് സംഭവിക്കുന്നു എങ്കിൽ സ്ത്രീയുടെ ലൈംഗികത എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്ത്രീക്ക് ഓർഗാസം സംഭവിക്കാൻ ഒരുപാട് സമയമെടുക്കാറുണ്ട്. എന്നാൽ ഇതിനൊന്നും ക്ഷമയില്ലാതെ, ഇതിനൊന്നും സമയമില്ലാതെ തൻ്റെ കൃത്യം മാത്രം നിർവഹിച്ചു പോകുന്ന ഭർത്താക്കന്മാർ, അത്തരക്കാരുടെ ദാമ്പത്യം എന്ന് പറയുന്നത് തികച്ചും അസന്തുഷ്ടിപരമായിരിക്കും. മാനസികമായി ഒരുങ്ങിയിട്ട് വേണം ഒരു ശാരീരിക ബന്ധത്തിന് നമ്മൾ തുനിയാൻ എന്നുള്ളത് പലപ്പോഴും ഇന്ന് പലരും സൗകര്യപൂർവ്വം വിസ്മരിച്ചു പോകാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒക്കെ ലൈംഗികത തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കുകയെന്നും ഒരു പുരുഷൻ്റെ രതിമൂർച്ചയിൽ നിന്ന് എങ്ങനെയൊക്കെ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നുമൊക്കെ പലപ്പോഴും പല പങ്കാളികളും ഓർക്കാറില്ല. ഇന്നത്തെ കാലത്ത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന പോലെ തന്നെ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സർക്കാരുകളൊക്കെ പഞ്ചായത്ത് തലത്തിൽ അതിനൊക്കെ പല വിദഗ്ധരെയും ഏൽപ്പിച്ചിട്ടുമുണ്ട്. അത്തരം പ്രോഗ്രാമുകളൊക്കെ നടക്കാറുമുണ്ട്. ഒരു കാര്യം ഓർക്കുക, തൻ്റെ രതിമൂർച്ച പോലെ തന്നെ തൻ്റെ പങ്കാളിയുടെ രതിമൂർച്ചയും എത്തുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ ലൈംഗിക ബന്ധം നടക്കുന്നത് എന്നുള്ളത് പല ഭർത്താക്കന്മാരും അറിയാതെ പോകാറുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്തല്ല, മറിച്ച് അച്ഛനമ്മമാർക്കിടയിലുള്ള ഏറ്റവും നല്ല ദാമ്പത്യമാണെന്നും അത്തരം സന്തുഷ്ടകരമായ ദാമ്പത്യം കണ്ടു വളരുന്ന മക്കളാണ് ഏറ്റവും നല്ല ഭാഗ്യവാന്മാരായ മക്കളെന്നും ഒരു തത്വചിന്തകൻ പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഓർത്തു പോവുകയാണ്. ഒരു പഴയകാല ഇംഗ്ലീഷ് കവിയും തത്വചിന്തകനുമായിരുന്ന അലക്സാണ്ടർ പോപ്പിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ടു എർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഈസ് ഡിവൈൻ. തെറ്റു പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പുറത്തു നൽകുക എന്നുള്ളത് ദൈവികമായ കാര്യമാണ്. അതായത് തെറ്റാർക്കും സംഭവിക്കുന്നു, പക്ഷേ ആ തെറ്റ് ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള നിങ്ങളുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ദാമ്പത്യത്തിലെ വിജയം. ഓക്കെ, താങ്ക് യു.